കഴിഞ്ഞ ദിവസം നമ്മൾ മധുരക്കിഴങ്ങ് കളക്കണ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരെണ്ണം പുഴുങ്ങി നോക്കാം കേട്ടോ. ഇതേണ്ട, ഞാനൊരു വലിയ പീസ് എടുത്തേക്കുന്നത്. ഇതിപ്പം ഫുള്ള് വേണ്ട, എന്നാലും നമുക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് മുറിച്ച് ഇതേണ്ട ചെറിയ പീസാക്കണം, അല്ലേ ഉള്ളു വേകൂല. നല്ല ഈ കപ്പ പുഴുങ്ങും പോലെ കേട്ടോ ഇത് ഈ മധുരക്കിഴങ്ങ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പീസാക്കിയില്ലെങ്കിൽ ഇത് ഉള്ളു വേകാതെ വരും, പെട്ടെന്ന് വേവും. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ മതി. അപ്പം നമുക്കിത് പുഴുങ്ങി എടുത്തിട്ട് വരാം. ഇതുണ്ട്, ഇതാണ് ഞാൻ മുറിച്ച് ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പർപ്പിൾ കളറുണ്ട്. വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരമില്ല കേട്ടോ, അത് മഴക്കാലം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുറച്ച് മധുരമുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തൊണ്ട് കളയരുത് കേട്ടോ. അതെ, ഈ തൊണ്ടോട് കൂടിയിട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു കളറാണ്, മണ്ണൊക്കെ പോയതാ. ഇതുണ്ട്, നമ്മളിപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് പൊളിച്ച് കളഞ്ഞാൽ മതി. ഇതുണ്ട്, തൊണ്ടോട് കൂടിയാണ് നമ്മളിത് പുഴുങ്ങണേ. ഇതുണ്ട്, അത് പോകത്തില്ല, അത്രയും കളറേ വരുന്നുള്ളൂ. ഇതേ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വെന്തു കേട്ടോ. ഉണ്ടോ, നല്ല പശയുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിലുള്ള സ്കിന്നില്ലേ, സ്കിന്നങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഉണ്ടോ, ഇതാണ് അതിൻ്റെ സ്കിൻ, ഇതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇതുണ്ട്, നല്ല പുട്ട് പോലെ ഇരിക്കുന്നതൊക്കെ ഉണ്ട് മധുരക്കിഴങ്ങ്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. എന്താ, ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് മധുരക്കിഴങ്ങ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.